സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രീംസ് എന്ന് പറയുന്നത് എത്രത്തോളം ഒരു മനുഷ്യന് ഇമ്പോർട്ടൻ്റ് ആണ്? നമ്മൾ സ്വപ്നം വെച്ചാൽ എല്ലാവർക്കും ഓരോ സ്വപ്നമുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നമുണ്ട്, നോർമലായിട്ട് പകൽ കാണുന്ന സ്വപ്നമുണ്ട്. ഈ പകൽ കാണുന്ന സ്വപ്നങ്ങളാണ് നമ്മളാക്കുന്നത്. നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്ക് വളരുമ്പോൾ ഇന്നതാവണം, അല്ലെങ്കിൽ ഒരു പൈലറ്റാവണം, ഡോക്ടറാവണം, എൻജിനീയർ ആവണം, ആസ്ട്രോനോട്ട് ആവണം, അങ്ങനെ നമുക്ക് ഓരോ സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങൾ ആണ് ശരിക്കും നമ്മളാക്കുന്നത്. ഇതിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ് നമ്മൾ രാത്രിയിൽ കാണുന്ന പലതരം സ്വപ്നങ്ങൾ. അത് നമ്മളെ പോസിറ്റീവ് ഫീഡ്ബാക്ക്, നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഔട്ട്ലുക്ക് ഉണ്ടാക്കാം, ചിലത് നെഗറ്റീവായിട്ടും വരാം. ഉദാഹരണം, ഇപ്പോൾ നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആണെങ്കിൽ, നമുക്ക് ഭയങ്കര ആങ്ഷ്യസ് ആണെങ്കിൽ, നമുക്ക് വളരെ മാനസിക പിരിമുറുക്കമുണ്ടെങ്കിൽ അന്ന് കാണുന്ന സ്വപ്നങ്ങൾ പലപ്പോഴും നെഗറ്റീവ് തീംസ് ആയിരിക്കും. പെട്ടെന്ന് നമ്മൾ വീണു പോവുക, അല്ലെങ്കിൽ നമ്മൾക്ക് ബസ് കിട്ടാതാവുക, ട്രെയിൻ കിട്ടാതാവുക, ഫ്ലൈറ്റ് മിസ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ കുഴിയിലേക്ക് വീണു പോവുക, അല്ലെങ്കിൽ എന്തോ ആക്സിഡൻറ്റ് പോലെ സംഭവിക്കുക. നമ്മുടെ മനസ്സിൻ്റെ ആ ചിന്തയുടെയും ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു തരം പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള ഒരു പ്രതിഫലനമാണ്. പലപ്പോഴും നമ്മുടെ ഇമോഷണൽ കണ്ടൻറ് ഉണ്ടാവും. പലപ്പോഴും നമ്മളിപ്പോൾ പലപ്പോഴും ഉദാഹരണം പറയാം, ഒരാൾക്ക് ഒരു ആൾ ഇഷ്ടമാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡ്രീംസ് ആയിരിക്കും കൂടുതൽ വരിക, പോസിറ്റീവായിട്ട് വരികയാണെങ്കിൽ. നേരെ നെഗറ്റീവ് ഒരാൾക്ക് കൂടുതൽ, നമുക്ക് ഒരാളെക്കുറിച്ച് വെറുപ്പ്, അല്ലെങ്കിൽ ഹേറ്റ്രഡ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര എക്സാം ഫെയിലായിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പലതരം ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ നെഗറ്റീവ് ഇമേജസും നെഗറ്റീവ് ഇൻറ്റ്യൂഷനും അതുപോലെ അതിൻ്റെ തരത്തിലുള്ള സ്വപ്നത്തിലേക്കായിരിക്കും നമ്മൾ പോവുക. ഓക്കെ, ഇപ്പം നമ്മൾ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്കറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സ്വപ്നം കാണുന്ന ഇടയിൽ എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്? ലൈക്ക് നമ്മൾ അത്രയും ഒരു ഉറങ്ങുന്ന ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന, ബോഡി വിൽ ബി ഇൻ റെസ്റ്റ്, എന്നിട്ട് ആ ഒരു സമയത്താണ് നമ്മൾ സ്വപ്നം കാണുന്നത്. സോ നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ആ ഒരു സമയത്ത്? അതായത് നമ്മൾ ഈ പകൽ സമയത്ത് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് പലപ്പോഴും നമ്മളൊരു കോൺഷ്യസ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴൊന്നും ഈ സമയത്ത് നമുക്ക് ആളോട് നമ്മൾ സംസാരിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്മെല്ല്, ടേസ്റ്റ് എല്ലാം നമ്മൾ സെൻസേഷൻ എല്ലാം ചെയ്തു. പക്ഷേ രാത്രിയിലാണ് നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യുന്നത്. പലതരം റെസ്റ്റോറേറ്റീവ് മെക്കാനിസം. നമ്മൾ പകൽ കണ്ട എല്ലാ ഓർമ്മകളും അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന രാത്രിയിലാണ് ഓർമ്മ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ പലതരം പരിക്കുകൾ, പലതരം ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലംസ്, എൻഡോക്രൈൻ പ്രോബ്ലംസ്, അതായത് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, നമ്മുടെ ഈ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കാരണങ്ങൾ, അതുപോലെ തന്നെ പലതരം ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് വെച്ചാൽ നമ്മുടെ പലതരം ഈ ഉദാഹരണം പറയുക അമലോയിഡ്, നമ്മളെ ഈ ഓർമ്മക്കുറവൊക്കെ ഉണ്ടാക്കുന്ന പലതരം ഒരു സാധനമുണ്ട്, അമലോയിഡ്, ഇതെല്ലാം നശിപ്പിച്ച് കളയുന്ന രാത്രിയിലാണ്. അതുപോലെ നമ്മുടെ ബോഡി, ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു ഇഞ്ചുറി പറ്റി, കാലിന് പരിക്ക് പറ്റി, ഈ പരിക്കൊക്കെ കാരണം പകൽ പലപ്പോഴും നമ്മൾ വളരെ ആക്റ്റീവായിരിക്കും. അപ്പോൾ ഒരിക്കലും ഒരു ബോഡിക്ക് അതിന് ഒരു റിസ്റ്റോറിങ് മെക്കാനിസം പകലുണ്ടാവില്ല, കൂടുതലായിട്ട് ഇത് രാത്രിയിലായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കൂടുതലായിട്ടുള്ള ഈ നമ്മുടെ പിരിമുറുക്കങ്ങളും തന്നെ അതൊരു റിലീസ് ഫിനോമിനനായിട്ടാണ് ഒന്ന് സ്വപ്നം കടന്നു വരുന്നത്, റിലീസാവുക. അതായത് നമ്മൾ പെട്ടെന്ന് ഈ പിരിമുറുക്കം നമ്മുടെ മനസ്സിലിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. രാത്രി വരുമ്പോൾ അത് നല്ലതായാലും മോശമായാലും അതിങ്ങനെ പുറത്തോട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് വൈ നമുക്ക് ഡ്രീംസ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും തന്നെ ഡ്രീംസിന് വേറെ ഗുണമുണ്ട്. പലപ്പോഴും നമ്മളൊരു പ്രോബ്ലത്തിൽ നമ്മളിങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ ഈ ഡ്രീമിൽ ചിലപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയേക്കാം. പല ശാസ്ത്രജ്ഞന്മാർക്കും ചിലപ്പോൾ ഒരു തുമ്പ് കിട്ടുന്നത്, അതായത് അവരുടെ ഡിസ്കവറിയുടെ പല ഫൈനൽ പോയിന്റ് ചിലപ്പോൾ സ്വപ്നത്തിലൂടെ ആയിരിക്കും. അതായത് അവരുടെ ആ പിരിമുറുക്കം ഒരു റിലീസാവുന്ന ചേട്ടാ ഒരു പോയിന്റ്, ഒരു പ്രത്യേക ഒരു സൊല്യൂഷൻ, ഒരു റെസൊല്യൂഷൻ ഉണ്ടാകും ചിലപ്പോൾ അവർക്ക്, മനസ്സിലായി. അപ്പോൾ അത് രണ്ട് തരത്തിൽ വരാം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഈ മാനസിക പിരിമുറുക്കങ്ങൾ റിലീസ് ചെയ്യുന്ന ഫെനോമിനൻ ആവാം, അല്ലെങ്കിൽ പലതരം പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഒരു അത്താണിയാവാം ചിലപ്പോൾ സ്ലീപ്പ്.